എറണാകുളം മൂഴിക്കുളത്ത് താൻ പുഴയിൽ എറിഞ്ഞു കൊന്ന മകൾ അച്ഛന്റെ അടുത്ത ബന്ധുവിൽ നിന്ന് ലൈംഗിക പീഡനത്തിന് ഇരയായതായി അറിയില്ലായിരുന്നുവെന്ന് അമ്മയുടെ മൊഴി. കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് കുഞ്ഞിന്റെ അമ്മയെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. കുട്ടിയുടെ അച്ഛൻ തന്നെ ഒഴിവാക്കി മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങിയതും കുട്ടിയെ തന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചതും കൊലപാതകത്തിന് പ്രേരണയായി എന്നാണ് അവർ മൊഴി നൽകിയത്. കേസിൽ അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചു. കുട്ടി പീഡനത്തിന് ഇരയായ കേസും 22 അംഗ സംഘം അന്വേഷിക്കും. കുട്ടിയെ പീഡിപ്പിച്ച പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകും. ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ആജ്ഞ, കേരളത്തെ ഒന്നാകെ ലജ്ജിപ്പിച്ച കേസാണ്. അതിൽ അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചിട്ടുണ്ട്. സമഗ്രമായ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ കസ്റ്റഡിയിലുള്ള അമ്മയുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന മൊഴി അത് എത്രത്തോളം പോലീസ് മുഖവിലേക്ക് എടുക്കുന്നുണ്ട്? എന്തിനീ കൊലപാതകം ചെയ്തു എന്നതിന് കൃത്യമായ ഒരു ഉത്തരം അമ്മ ഇപ്പോഴും നൽകുന്നില്ല എന്നത് തന്നെയല്ലേ സാഹചര്യം? തീർച്ചയായും ആര്യ, കാരണം ഈ കൊലപാതകം നടന്നത് മുതൽ ഇങ്ങോട്ട് അമ്മയുടെ ഈ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട്. കാരണം അതുമായി കൃത്യമായി അവർ സഹകരിക്കുന്നുണ്ട് ചോദ്യം ചെയ്യലുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും അമ്മയുടെ മൊഴിയെ അങ്ങനെ വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒന്നും ഒരു എവിഡന്റും അതിൽ നിന്ന് കിട്ടിയിട്ടില്ല. അത്തരത്തിൽ വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്ന മൊഴിയൊന്നും അവരിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിനുശേഷമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമാണ് കുഞ്ഞു പീഡനത്തിന് ഇരയായി എന്നുള്ള വാർത്തകൾ വരുന്നത്, എന്നുള്ള വെളിപ്പെടുത്തലുകൾ വരുന്നത്. അതിനുശേഷം വീണ്ടും ഇന്നലെയാണ് അമ്മയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ വീണ്ടും ലഭിച്ചത്. അതേസമയം കുഞ്ഞിനെ പീഡിപ്പിച്ച കാര്യം തനിക്ക് അറിഞ്ഞു കൂടായിരുന്നു എന്നുള്ള തരത്തിലാണ് അമ്മയുടെ പ്രതികരണം വന്നത്. അത് മാത്രമല്ല, കുഞ്ഞിനെ കൊല്ലാനുള്ളതിലേക്ക് നയിച്ച സാഹചര്യമെന്ന് അമ്മ പറയുന്നത് അച്ഛൻ മറ്റൊരു വിവാഹം കഴിക്കാൻ ശ്രമിച്ചിരുന്നു. അത് നേരത്തെയും നമ്മൾ തന്നെ കുഞ്ഞിന്റെ ഫ്യൂണറലുമായി ബന്ധപ്പെട്ട അച്ഛനോട് സംസാരിച്ചപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അവൾക്ക് എന്നെ സംശയമാണ്, ഞാൻ വേറെ കല്യാണം കഴിക്കാൻ പോകുന്നുണ്ട് എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് വഴക്കുണ്ടാക്കുമായിരുന്നു. അതേസമയം കുഞ്ഞിനെ തന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചു. ഈ 2 കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അമ്മ ഇപ്പോൾ കുഞ്ഞിനെ കൊല്ലാനുണ്ടായ സാഹചര്യത്തെ പറ്റി വിശദീകരിക്കുന്നത്. അങ്ങനെയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം മുതൽ ഈ പീഡനത്തിന്റെ വിവരം അമ്മയ്ക്ക് അറിവുണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിലായിരുന്നു പോലീസിനായാലും നമുക്കായാലും അത്തരത്തിലൊരു സംശയം ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് അമ്മ അറിവോടുകൂടിയാണോ ഇങ്ങനൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. കാരണം ഇപ്പോൾ SIT വിപുലീകരിച്ചിട്ടുണ്ട്. 22 അംഗ SIT ആണ്, അന്വേഷണ സംഘമാണുള്ളത്. അത് ആലുവ റൂറൽ SP M ഹേമലതയുടെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണ സംഘം പ്രവർത്തിക്കുക. അതുപോലെ തന്നെ 2 ഡിവൈഎസ്പിമാർ, ഒന്ന് പുത്തൻകുരിശ് ഡിവൈഎസ്പിയും അതുപോലെ ആലുവ ഡിവൈഎസ്പി TR രാജേഷും, ഈ 2 പേരുടെയും നേതൃത്വത്തിലായിരിക്കും അന്വേഷണ സംഘം. ഇവർക്ക് 2 ആൾക്കുമായിരിക്കും ചുമതലയുണ്ടാവുക. ഇങ്ങനെ സൈബർ സെൽ ഉദ്യോഗസ്ഥരും ഈ അന്വേഷണ സംഘത്തിലുണ്ട്. അമ്മയുടെ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാനുണ്ട്. അതായത് 3:30 മണി മുതലാണ് കുഞ്ഞിനെ ദിവസം, അതായത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ദിവസം 3:30 മണിക്കാണ് അംഗൻവാടിയിൽ നിന്നും കുഞ്ഞിനെ കൂട്ടി അമ്മ എത്തി ഈ മൂഴിക്കുളം പാലത്തിൽ നിന്നും പുഴയിലേക്ക് തള്ളിയിടുന്നത്. അപ്പോഴാണ് ഈ 2.5 മണിക്കൂർ എന്ത് സംഭവിച്ചു? അമ്മയുടെ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമുണ്ട്. അത് ഓൾറെഡി സൈബർ സെൽ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം ഈ കുഞ്ഞിനെ പീഡിപ്പിച്ച ആൾ, കുഞ്ഞിന്റെ ചെറിയച്ഛൻ, അയാൾ റിമാൻഡിലാണ്. കസ്റ്റഡി അപേക്ഷ ചോദ്യം ചെയ്യലിന് വീണ്ടും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ സമാന്തരമായ അയാളെ കൂടി ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ നിർണായകമായ വിവരങ്ങൾ ലഭിക്കുമെന്ന് പോലീസ് കരുതുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ കുഞ്ഞിനെ കൊല്ലാനുള്ള മോട്ടീവ് എന്തായിരുന്നു എന്ന് തന്നെയാണ് ഈ പോലീസിന്റെ ആത്യന്തികമായി കണ്ടെത്തേണ്ടുന്ന ലക്ഷ്യം. അത് തന്നെയായിരുന്നു. കുഞ്ഞിനെ കൊല്ലാനുണ്ടായ സാഹചര്യം എന്താണ്, അതിന് ഇപ്പോഴും അമ്മ വ്യക്തത വരുത്തുന്നില്ല. അമ്മ പറയുന്നത് ഭർത്താവ് വേറൊരു കല്യാണം കഴിക്കാൻ പോകുന്നു, അതിൽ കുഞ്ഞിനെ തന്നിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ അമ്മയ്ക്ക് കുഞ്ഞിനെ കൊല്ലാനുള്ള ഒരു മോട്ടീവ് ആകുമോ എന്നുള്ള കാര്യത്തിൽ പോലീസിനും സംശയമുണ്ട്. അതോ കഴിഞ്ഞ ദിവസം പോലീസ് തന്നെ ഒരു സാഹചര്യം വിവരിച്ചതുപോലെ നമ്മൾ മാധ്യമങ്ങളെല്ലാം അത് ചർച്ച ചെയ്തതാണ്, സോഷ്യൽ മീഡിയകളിലൊക്കെ ഇത്തരം സാഹചര്യങ്ങൾ ചർച്ച ചെയ്തതാണ്. കാരണം നിരന്തര പീഡനത്തിനാണ് കുഞ്ഞിരയായതെന്ന് പറയുന്നുണ്ട്. 2 വയസ്സ് മുതൽ കുഞ്ഞ് പീഡനത്തിന് ഇരയായത്. അതായത് 3.5 വയസ്സേ ഉള്ളൂ അതിന്. കഴിഞ്ഞ 1.5 വർഷമായി നിരന്തരമായി അയാള് ക്രൂരമായി കുഞ്ഞിനെ പീഡിപ്പിക്കുകയാണ്. പ്രകൃതി വിരുദ്ധ പീഡനമുണ്ട്, കുഞ്ഞിന്റെ ആന്തരിക അവയവങ്ങളിലൊക്കെ മുറിവുണ്ട്. ഇങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അങ്ങനെയാണ്. അത്തരമൊരു സാഹചര്യം അമ്മ അറിയാതെ പോകുമോ എന്നൊരു ചോദ്യം കൂടി ഇതിനകത്ത് ബാക്കിയാകുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ
താൻ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന് ആദ്യഘട്ടത്തിൽ അമ്മ ഒരു മൊഴി നൽകിയെന്ന് ആ മൊഴിയിൽ ഉറച്ചു തന്നെയാണ് അന്വേഷണം ഇപ്പോഴും പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അമ്മ നിരന്തരം ഈ മൊഴി മാറ്റി പറയുന്ന ഒരു അവസ്ഥ കൂടിയുള്ളത് പോലീസിനെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. ആര്യ, തീർച്ചയായും ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റു